നമസ്കാരം. എൻ്റെ പേര് നിതിൻ എഫ് എന്നാണ്. ഞാൻ SVT ഹോസ്പിറ്റലിലെ കൺസൾട്ടൻറ്റ് സൈക്കോളജിസ്റ്റാണ്. ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്ന വിഷയം നമ്മുടെ ഒരു അധ്യയന വർഷം തുടങ്ങാനായിട്ട് പോവാണ്. സ്കൂളുകളൊക്കെ തുറക്കുന്ന ഒരു സമയമാണ്. അപ്പോൾ വിദ്യാർത്ഥികളും അതുപോലെ തന്നെ രക്ഷകർത്താക്കളൊക്കെ ശ്രദ്ധിക്കേണ്ട പ്രത്യേക കാര്യങ്ങളെക്കുറിച്ചാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കാനായിട്ട് ആഗ്രഹിക്കുന്നത്. അപ്പോൾ എല്ലാ അധ്യയന വർഷവും കുട്ടികളും അതുപോലെ തന്നെ രക്ഷകർത്താക്കളൊക്കെ വളരെ പ്രതീക്ഷയോടുകൂടെയാണ് ആരംഭിക്കുന്നത്. അപ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ പ്രധാനമായും തുടക്കം മുതലേ തന്നെ പഠിച്ചു തുടങ്ങുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഒരു ഹാബിറ്റ് പോലെ ഫോം ചെയ്യുക എന്നുള്ളതാണ്. അപ്പം എങ്ങനെയാണ് ഒരു ഹാബിറ്റ് ഫോം ചെയ്യുക എന്ന് വെച്ചാൽ പഠിക്കുന്നതിന് വേണ്ടിയിട്ട് എല്ലാ ദിവസവും ഒരു നിശ്ചിത സമയം വേർതിരിക്കുക എന്നുള്ളതാണ്. ഇപ്പം 6 തൊട്ട് 8 വരെ ആണെങ്കിൽ എല്ലാ ദിവസവും 6 തൊട്ട് 8 വരെ പഠിക്കുക, അല്ലെങ്കിൽ 6 തൊട്ട് 10 വരെ ആണെങ്കിൽ എല്ലാ ദിവസവും 6 തൊട്ട് 10 വരെ പഠിക്കുക. അങ്ങനെ ഒരു ഫിക്സഡ് ടൈം എല്ലാ ദിവസവും റെഗുലറായിട്ട് റൂട്ടീനായിട്ട് നമ്മൾ ഫോളോ ചെയ്ത് വരികയാണെങ്കിൽ ആദ്യം ഒരു 1-2 ആഴ്ച ചെറിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുമെങ്കിലും പിന്നീട് വളരെ ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ പഠിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ മൂഡ് ഡെവലപ്പ് ചെയ്യുകയും ആ സമയത്ത് പഠിക്കാനുള്ള ഒരു സാഹചര്യം നമ്മുടെ മനസ്സിൽ ഡെവലപ്പ് ചെയ്യുകയും അതിന് വില്ലിങ്നെസ്സോടുകൂടി തന്നെ പഠിക്കുന്നതിന് കാരണമായി തീരുകയും ചെയ്യും. അപ്പോൾ ഒരു ഹാബിച്വൽ ഫോർമേഷൻ ഈ അക്കാഡമിക്കലി പഠിക്കുന്ന കാര്യത്തിൽ, അതായത് പഠിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇരിക്കുന്ന കാര്യത്തിൽ വയ്ക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലോങ് ടേം ആയിട്ട് നമ്മൾ നോക്കുമ്പോൾ അത് വലിയ രീതിയിൽ റിസൾട്ട് ഉണ്ടാക്കും എന്നുള്ളത് ഒരു വസ്തുതയാണ്. അപ്പോൾ അതുപോലെ തന്നെ പഠിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരിക്കൽ പഠിച്ച പോർഷൻസ് അറ്റ്ലീസ്റ്റ് 3 തവണയെങ്കിലും റിവൈസ് ചെയ്ത് വേണം നമ്മൾ മുന്നോട്ട് പോകാൻ. ഇപ്പോൾ ഇന്ന് ക്ലാസ്സിൽ പഠിപ്പിച്ച കാര്യം വീട്ടിൽ വന്ന് പഠിച്ചു, അതോടുകൂടി അങ്ങ് കളഞ്ഞ് പിന്നെ പരീക്ഷയ്ക്ക് നോക്കുന്നതായിട്ടാണ് പലപ്പോഴും കാണുന്നത്. അത് ഒഴിവാക്കിയിട്ട് മിനിമം 3 തവണയെങ്കിലും ഉടനെ തന്നെ ഒരു വിത്തിൻ 1 വീക്ക് അല്ലെങ്കിൽ മാക്സിമം ഒരു 1 മന്ത് 3 തവണയെങ്കിലും റിവൈസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് സമയം കണ്ടെത്തുക. അപ്പം നേരത്തെ റിവൈസ് ചെയ്യുമ്പോൾ കുറെ കൂടെ ഫാസ്റ്റായിട്ട് ഈ കാര്യങ്ങളൊക്കെ റീകോൾ ചെയ്യാൻ പറ്റും എന്നുള്ള വസ്തുതയും നിങ്ങളൊക്കെ ഓർത്തിരിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. പ്രത്യേകിച്ച് പഠിക്കുന്ന കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഒരു ദിനചര്യകളിലൊക്കെ തന്നെ ഒരു റെഗുലർ ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യേണ്ടതായിട്ടുണ്ട്. പ്രത്യേകിച്ച് രാവിലെ ഉറക്കം, ഭക്ഷണം, ഫിസിക്കൽ ആക്ടിവിറ്റി. ഇപ്പം ഉറക്കം എന്നും ഒരേ സമയത്ത് ഉറങ്ങി ഒരേ സമയത്ത് ഉറക്കം എഴുന്നേക്കുന്നത് ശീലിക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. കാരണം ഇപ്പോഴത്തെ ടീനേജേഴ്സ്, അഡോളസൻസ് പീരീഡിലുള്ള കുട്ടികളൊക്കെ തന്നെ കൂടുതലും ലേറ്റായിട്ട് ഉറങ്ങുകയും ലേറ്റായിട്ട് എഴുന്നേൽക്കുകയും ചെയ്യുന്നതായിട്ടാണ് കാണുന്നത്. അപ്പോൾ ഒരു ബെസ്റ്റ് ആയിട്ടുള്ള ഒരു ടൈം എന്ന് പറയുന്നത് ഒരു 10-11 മണിക്കും ഇടയ്ക്ക് ഉറങ്ങുകയും രാവിലെ 6 മണിക്ക് മുന്നേ എഴുന്നേൽക്കുക എന്നുള്ളതാണ്. അപ്പം ഇതിനിടയിലുള്ള ഒരു ടൈം നമ്മൾ ഫിക്സ് ചെയ്തതിന് ശേഷം ആ ടൈം നമ്മൾ ഫോളോ ചെയ്ത് മുന്നോട്ട് റെഗുലറായിട്ട് പോകുമ്പോൾ പിന്നെ നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് ഇവയെല്ലാം അനുസരിച്ച് മുന്നോട്ട് പോകാനായിട്ട് കഴിയും എന്നുള്ളതൊരു വസ്തുതയാണ്. അത് നമ്മൾ എപ്പോഴും ഓർത്തിരിക്കുക. അതുപോലെ തന്നെ ഭക്ഷണം കഴിക്കുന്നത്, പലരും ബ്രേക്ക്ഫാസ്റ്റ് സ്കിപ്പ് ചെയ്യുന്നതായിട്ടാണ് കാണുന്നത്. ഒരു 8-8:30ക്കുള്ളിൽ തന്നെ മസ്റ്റായിട്ടും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നതിന് വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. ഉച്ചയ്ക്ക് ഒരു 1-നും 2-നും ഇടയ്ക്ക്, രാത്രി ഒരു 7-7:30ക്കുള്ളിൽ ഡിന്നർ കഴിക്കുന്നതിനും വേണ്ടിയിട്ടും ശ്രദ്ധിക്കുക. അപ്പോൾ ഈ ടൈം നമ്മൾ ഒരു ഫിക്സ് ചെയ്തിട്ട് എല്ലാ ദിവസവും അതേ സമയത്ത് തന്നെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോവുകയാണെങ്കിൽ നമ്മുടെ മൂഡൊക്കെ സ്റ്റേബിളായിട്ട് നിലനിൽക്കുന്നതിന് സഹായിക്കും എന്നുള്ള വസ്തുത ഓർത്തിരിക്കുക. അതുപോലെ പ്രധാനപ്പെട്ട കാര്യമാണ് ഫിസിക്കൽ ആക്ടിവിറ്റീസ്, എക്സസൈസ്. എന്തെങ്കിലും തരത്തിലുള്ള ഒരു ഫിസിക്കൽ ആക്ടിവിറ്റി റെഗുലറായിട്ട് എല്ലാ ദിവസവും ഒരേ സമയത്ത് ഫോളോ ചെയ്യുന്നത് നമ്മുടെ കുറെ കൂടെ ബെറ്റർ ആയിട്ടുള്ള ഒരു പ്രൊഡക്ടിവിറ്റി ലോങ് ടൈമിൽ ഉണ്ടാക്കുന്നതിന് സാധിക്കും എന്നുള്ള വസ്തുത നമ്മൾ എപ്പോഴും മനസ്സിലാക്കിയിരിക്കുക. അതുപോലെ തന്നെ ന്യൂട്രീഷ്യൻസ് ആയിട്ടുള്ള ഫുഡ്, ഇലക്കറികൾ, പച്ചക്കറികളൊക്കെ കൂടുതലായിട്ട് കഴിക്കുക. വെള്ളം ധാരാളം കുടിക്കുന്നതിന് വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. കാരണം അത് നമ്മളെ കുറെ കൂടെ അലേർട്ടായിട്ടും കുറെ കൂടെ ആക്റ്റീവായിട്ടും ഡേ ടൈം അല്ലെങ്കിൽ നമ്മുടെ പ്രൊഡക്റ്റീവായിട്ടുള്ള ടൈം സ്പെൻഡ് ചെയ്യുന്നതിന് ഹെൽപ്പ് ചെയ്യും എന്നുള്ള വസ്തുത എപ്പോഴും ഓർത്തിരിക്കേണ്ടത് അത്യാവശ്യമാണ്. അപ്പം അതുപോലെ തന്നെ പ്രത്യേകിച്ച് ചില കുട്ടികൾക്കൊക്കെ മേസ് പാടായിട്ടാണ് കാണുന്നത്. അപ്പം മേസ് കുറെ കൂടെ എഫക്റ്റീവായിട്ട് പ്രോബ്ലം സോൾവിങ് ഒക്കെ ഒരു അറ്റ്ലീസ്റ്റ് അങ്ങനെയുള്ള കുട്ടികൾക്ക് മെയിൻറ്റെയിൻ ചെയ്യണമെങ്കിൽ വർക്കൗട്ട് ചെയ്ത് പഠിക്കേണ്ടതായിട്ടുണ്ട്. അതായത് ക്വസ്റ്റ്യൻ, ആ പ്രോബ്ലം പാർട്ട് മാത്രം എഴുതിയെടുത്തതിന് ശേഷം സ്വന്തമായിട്ട് അത് സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അപ്പൊ അങ്ങനെ സോൾവ് ചെയ്യുമ്പോൾ ഏതെങ്കിലും ഒരു സ്റ്റെപ്പ് എത്തുമ്പോൾ ഒരു ബ്ലോക്ക് വരുന്നുണ്ടെങ്കിൽ അപ്പോൾ നമ്മുടെ സൊല്യൂഷൻ നോക്കി കറക്റ്റ് ചെയ്തതിന് ശേഷം വീണ്ടും വന്ന് കണ്ടിന്യൂ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അപ്പോൾ അങ്ങനെ പഠിക്കുമ്പോഴാണ് മാത്സ് കുറെ കൂടെ എക്സാം ടൈമിൽ പുതിയ പ്രോബ്ലംസ് ഒക്കെ കിട്ടുമ്പോൾ നമുക്ക് സോൾവ് ചെയ്യാനായിട്ട് കഴിയുക. അല്ലാതെ മാത്സ് മറ്റു വിഷയങ്ങൾ പഠിക്കുന്നത് പോലെ നോക്കി എഴുതി പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് പ്രോപ്പറായിട്ട് പഠിക്കാൻ കഴിഞ്ഞെന്ന് വരില്ല.
അപ്പോൾ ഇങ്ങനെയൊക്കെ ശ്രദ്ധിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു അക്കാഡമിക് ഇയർ വളരെ ഫ്രൂട്ട്ഫുൾ ആയിട്ടുള്ള ബ്ലെസ്ഡ് ആയിട്ടുള്ള ഒരു അക്കാഡമിക് ഇയർ ആവും എന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. താങ്ക് യു സോ മച്ച്. ഓൾ ദ ബെസ്റ്റ്.